17 ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം അധ്യക്ഷൻ ശ്രീ സജീഷ് കുടവൂർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ SR രജികുമാർ, ഇവിടെ വന്നിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ മറ്റ് നേതാക്കളെ, ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തരായ പ്രതിനിധികളെ, ആരോഗ്യരംഗം എന്ന് പറയുന്നത് ഒരു ദേശത്തിന്റെ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടുന്ന മേഖലയാണ്. ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന്റെ ഏറ്റവും വലിയ കടമയും ധർമ്മവുമാണ്. കേരളത്തിൽ ആ ധർമ്മം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. കേരളത്തിൽ നമ്മൾ അടുത്ത കാലത്ത് കണ്ടുവരുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്താൽ, ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും കേരളത്തിന്റെ ആരോഗ്യസ്ഥിതി, കേരളത്തിലെ ആരോഗ്യ അവസ്ഥ വളരെ മോശമായി പോയിരിക്കുന്നു. നേരത്തെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു, കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരി ബിന്ദു എന്ന് പറയുന്ന സ്ത്രീക്ക് ഉണ്ടായ ദാരുണമായ അന്ത്യം. അതുമാത്രമല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ സംഭവിച്ചു. ഒരു സഹോദരി അവരുടെ ഭർത്താവുമായി ആശുപത്രിയിൽ പോയി ചികിത്സയ്ക്ക് അവിടെ OP കൗണ്ടറിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ മുകളിൽ നിന്നും കോൺക്രീറ്റ് പാളുകൾ അടർന്നു വീണ് അവരുടെ കൈക്ക് പൊട്ടലുണ്ടായി. ആശുപത്രികളുടെ അവസ്ഥ ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടുന്നത് ഇത് മാത്രമല്ല. നിങ്ങൾ നോക്കൂ, നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായാലും കേരളത്തിലെ മറ്റ് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലായാലും PHC മുതലുള്ള മുകളിലോട്ടുള്ള ഏതൊരു ആശുപത്രിയിൽ പോയാലും അവിടെ നമുക്ക് ആവശ്യമായ ചികിത്സ കിട്ടുന്നുണ്ടോ, ചികിത്സാ സൗകര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കണം. കേരളത്തിൽ പണ്ട് കാലത്തുണ്ടാക്കി വെച്ച അതേ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. അല്ലാതെ വീണ വിജയൻ പറയും പോലെ ഇവിടുത്തെ സിസ്റ്റത്തിന് മറ്റൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ വിജയന്റെ തള്ളു മാത്രമാണ് ഇവിടെ നടക്കുന്നതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച കാര്യം, അവിടെ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന അതിവിദഗ്ധനായ ഒരു യൂറോളജിസ്റ്റ്, അദ്ദേഹം ചികിത്സിക്കാൻ വേണ്ടി, സർജറി ചെയ്യാൻ വേണ്ടി അവിടെ ആവശ്യമായ സാധനങ്ങളില്ല എന്ന് പുറത്ത് പറയേണ്ടി വന്നു. അങ്ങനെ പുറത്ത് പറയേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിനെ ക്രൂശിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്ന് അങ്ങനെ ക്രൂശിക്കപ്പെട്ടപ്പോൾ അന്നത്തെ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടായിരുന്ന ഡോക്ടർ BS സുനിൽകുമാർ എന്ന് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറിയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡോക്ടർ കൂടിയാണ്. അദ്ദേഹം അവിടുത്തെ പ്രിൻസിപ്പലുമൊത്ത് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിൽ കൂടി മന്ത്രിതലത്തിൽ നിന്നും നിർദ്ദേശങ്ങൾ കൊടുത്തത് നിങ്ങളെല്ലാം TV-യിൽ കൂടെ കണ്ടിട്ടുണ്ട്. കാര്യം, ഇവിടുത്തെ മന്ത്രിമാര് പറയുന്നതല്ലാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന് പുറത്തു പറയാൻ കഴിയില്ല. അവസാനം ഗതികെട്ട് ഡോക്ടർ BS സുനിൽകുമാറിനെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് എന്ന് പറയുന്ന സ്ഥാനം പോലും രാജിവെക്കേണ്ടി വന്നു. കേരളത്തിലെ ആശുപത്രികളിൽ പോയാൽ അവിടെ ഒരു സാധനവുമില്ല. എനിക്ക് നമ്മുടെ ബഹുമാനായ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യത്തിനോട് യോജിക്കാനേ കഴിയില്ല. അദ്ദേഹം പറഞ്ഞത് മരിച്ചുപോയാൽ അവിടുത്തെ ആ ഡെഡ് ബോഡിയിൽ വയ്ക്കാനുള്ള പഞ്ഞി മാത്രമാണ് ആശുപത്രിയിലുള്ളതെന്നാണ്. പക്ഷെ അവിടമാണ് എനിക്ക് യോജിക്കാൻ കഴിയാത്തത്. ആ പഞ്ഞി പോലെ ഒന്നും ആശുപത്രിയിൽ ഇല്ല. അതാണ് വാസ്തവം. ആശുപത്രികളിൽ നമ്മൾ പോയാൽ ഒരു രോഗി മരിച്ചാൽ മൂക്കിൽ വെക്കാനുള്ള പഞ്ഞി പോലും അടുത്ത മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങിച്ചു കൊടുക്കണം. അടുത്തിടെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, 2 ദിവസത്തിന് മുമ്പ് നിങ്ങൾ പത്രത്തിൽ വായിച്ചു, ഇവിടെ കോഴിക്കോട് ഒരു ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിലെ ഒരു ഡോക്ടറെ തലയ്ക്ക് വെട്ടി, രോഗിയുടെ ബന്ധു തലയ്ക്ക് വെട്ടി. ആ ഡോക്ടർ എവിടെയാണ് ചികിത്സയ്ക്ക് പോയത്? ആ ഡോക്ടർ ആദ്യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയിട്ട് അവിടെ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് പോയി. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ആരോഗ്യ മേഖലയിലെ പ്രശസ്തനായ ഒരു ഡോക്ടർ, ആരോഗ്യ പ്രവർത്തകനായ ഡോക്ടർ SS ലാൽ. ഈ ഡോക്ടർ SS ലാലിന്റെ ഒരു സംഭാഷണം ഞാൻ കേട്ടു.
അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും പഠിച്ച ഡോക്ടറായി വന്നയാളാണ്. അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ഒട്ടനവധി മിടുക്കന്മാരായ ഡോക്ടർമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക് വിഭാഗം ഉൾപ്പെടെയുള്ള ഒരുപാട് വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കൈയൊടിഞ്ഞുകൊണ്ട് ഒരു ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകാതെ അദ്ദേഹത്തിന് സ്വകാര്യ ആശുപത്രിയിൽ പോകേണ്ടി വന്നു. കാരണം അവിടെ ഡോക്ടർമാരില്ലാത്തത് കൊണ്ടല്ല, ഈ ഡോക്ടർ എസ് ലാലിന്റെ കൂടെ പഠിച്ച ഒരുപാട് വിദഗ്ധന്മാരായ ഡോക്ടർമാർ അവിടെ ഉണ്ട്. പക്ഷേ അവിടെ ചികിത്സയ്ക്ക് സൗകര്യമില്ല. നമ്മളിപ്പോ ചെയ്യുന്നത്, എന്തെങ്കിലും ചെറിയൊരു അസുഖമായി PHCയിൽ പോയാൽ അവിടുന്ന് നമ്മളെ താലൂക്ക് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യും. താലൂക്ക് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്താൽ അവിടെ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം നമ്മൾ എല്ലാവരും TV-യിൽ കൂടെയൊക്കെ കാണുന്നതാണ്. അവിടെ ഒരു കട്ടിലുണ്ടെങ്കിൽ ആ കട്ടിലിൽ 3 പേരെ കിടത്തും. ഒരാളുടെ തല കിഴക്കോട്ടാണെങ്കിൽ 2 പേരുടെ തല പടിഞ്ഞാറോട്ട് വരത്തക്ക രീതിയിൽ 3 പേരെ കട്ടിലിൽ കിടത്തും. പിന്നെ വരുന്നവനെ കിടത്തുന്നത് വരാന്തയിലാണ്. ഡോക്ടർ വന്ന് നോക്കുമ്പോൾ ആ തറയിൽ കിടക്കുന്നവനെ ചികിത്സിക്കില്ല. കാരണം ഡോക്ടർക്ക് താഴെ ഇരുന്ന് നോക്കണം. താഴെ ഇരുന്ന് നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വാർഡ് മൊത്തവും ഡോക്ടറും നഴ്സുമാരും നിരങ്ങി പോകണം. അങ്ങനെ പോയി ചികിത്സിക്കാൻ ഡോക്ടർക്ക് പറ്റാത്തത് കൊണ്ട് എപ്പോഴെങ്കിലും ആ രോഗിക്ക് ഒരു കട്ടിൽ കിട്ടിയാൽ മാത്രമേ ഡോക്ടർ ചികിത്സിക്കുകയുള്ളൂ. ഇതുപോലുള്ള ഗതികേടുകളാണുള്ളത്. യഥാർത്ഥത്തിൽ പണ്ട് ഇവിടെ K. കരുണാകരൻ ഭരിച്ചിരുന്നപ്പോൾ K. കരുണാകരൻ ഒരു ആക്സിഡന്റ് ഉണ്ടായി. വലിയ ആക്സിഡന്റ് ഉണ്ടായിട്ട് പോലും ഈ ശ്രീ K. കരുണാകരൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, പഴയ മുഖ്യമന്ത്രി, അന്ന് ചികിത്സ തേടിപ്പോയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. കാര്യം പണ്ട് കാലത്ത് കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ചികിത്സാ സൗകര്യങ്ങൾ ലഭിച്ചിരുന്നു എങ്കിൽ ഇന്ന് കേരളത്തിലെ PHC മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെയുള്ള ഒരു ആശുപത്രിയിലും ചികിത്സാ സൗകര്യങ്ങളില്ല. ആവശ്യത്തിന് ഡോക്ടറില്ല. പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ കേരളത്തിലാകെ 700-800 ഡോക്ടർമാർ മാത്രം ഒരു വർഷം പുറത്തു വന്നുകൊണ്ടിരുന്നപ്പോൾ 5000-ൽ പരം ഡോക്ടർമാർ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ഈ 5000 ഡോക്ടർമാർ MBBS കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ഇതിൽ 2500 പേരും MD-യും MS-ഉം കഴിഞ്ഞു വരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരെ നിയമിക്കാത്തത്? ഇപ്പോൾ കേരളത്തിലെ ആശുപത്രികൾ നിയമിക്കപ്പെട്ടിട്ടുള്ള ഡോക്ടർമാരിൽ പകുതിയിലധികം NHM എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ, നാഷണൽ ഹെൽത്ത് മിഷൻ NHM എന്ന് പറയുന്ന ഹെൽത്ത് മിഷനിലൂടെയാണ് ഇവിടുത്തെ ഡോക്ടർമാരെ നിയമിച്ചിട്ടുള്ളത്. ഈ NHM വഴി വേണ്ടി പൈസ കൊടുക്കുന്നത് ആരാണ്? ഈ NHM വഴി നിയമിക്കപ്പെട്ടിട്ടുള്ള ഡോക്ടർമാർക്കായാലും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കായാലുമുള്ള ശമ്പളം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ശമ്പളം കൂടെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്തായിരിക്കും? ഇവിടെ നമ്മൾ ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും ആരെയും കിട്ടാത്തൊരവസ്ഥ വരും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് NHM എന്ന് പറയുന്ന പദ്ധതി ഉണ്ടാക്കിയത്. നമ്മൾ ആശുപത്രിയിൽ പോകുന്നു. പണ്ട് കാലത്ത് കൊച്ചുങ്ങൾ മുതൽ വയസ്സായ ആൾക്കാർ വരെ പൊക്കൊണ്ടിരുന്നു. ഇപ്പോഴും അങ്ങനെ പോകുന്നു. പണമുള്ളവനൊന്നും സർക്കാർ ആശുപത്രിയിൽ പോകുന്നില്ല. കാരണം എന്താ? കാരണം സർക്കാർ ആശുപത്രിയിൽ പോയാൽ അവിടെ കിട്ടുന്ന മരുന്നുകൾ കിട്ടുന്നില്ല, പഞ്ഞ് കിട്ടുന്നില്ല, സൂചി കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. കിട്ടുന്ന മരുന്നുകൾക്ക് ഗുണനിലവാരവുമില്ല. കേരളത്തിൽ ആശുപത്രികളിലേക്ക് വേണ്ടിയിട്ടുള്ള മരുന്നും ബാക്കിയുള്ള സാധനങ്ങളും വാങ്ങിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത് KMSCL എന്ന് പറയുന്ന ഒരു സംവിധാനം വഴിയാണ്. കേരള മെഡിക്കൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അത് കേരള സംസ്ഥാന സർക്കാരിന്റെ സംവിധാനമാണ്. ഈ KMSCL എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വലിയ ആനവിഴുങ്ങിയാണ്. ഈ ആനവിഴുങ്ങിയെ നിയന്ത്രിക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഇവിടുത്തെ ആരോഗ്യ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരാണ് ഈ സംവിധാനത്തിന് നിയന്ത്രിക്കുന്നത്. ഇവർ ചെയ്യുന്നത് ഇന്ത്യയിൽ മൊത്തം ടെൻഡർ കൊടുത്തിട്ട് ഏറ്റവും ചുരുങ്ങിയ ടെൻഡർ, ഏറ്റവും കുറഞ്ഞ ടെൻഡർ വഴിയുള്ള മരുന്നുകൾ വാങ്ങും. നിങ്ങൾ പത്രങ്ങൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വിഭാഗം ഇന്ന മരുന്നുകൾ നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴൊന്നും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്, ഈ ഇങ്ങനെ നിരോധിക്കപ്പെടുന്ന മരുന്നുകളിൽ പകുതിയിൽ കൂടുതലും യുണിക്യൂർ പോലെയുള്ള കമ്പനികൾ നിർമ്മിക്കുന്ന മരുന്നുകൾ സർക്കാർ ആശുപത്രികളിൽ മാത്രം കൊടുക്കുന്നതാണ്. സർക്കാർ ആശുപത്രികളിൽ കൊടുക്കുന്ന മരുന്നുകളാണ് ഇവിടെ നിരോധിക്കപ്പെട്ടു പോകുന്ന മരുന്നുകൾ അധികവും. ഇതെല്ലാം എടുത്ത് ഇവിടെ പരിശോധന നടത്തേണ്ടുന്ന സംസ്ഥാനത്തിന്റെ ഡ്രഗ് കൺട്രോൾ വിഭാഗമുണ്ട്.
അതും വളരെ ശുഷ്കമാണ്. ആ ശുഷ്കമായ സംവിധാനം വഴി മരുന്നുകൾ പരിശോധിക്കുമ്പോൾ ഈ മരുന്നുകളിലെ സിംഹഭാഗവും പാവപ്പെട്ട രോഗികൾ കഴിച്ചു തീർത്തിരിക്കും. നിങ്ങൾ ആലോചിക്കണം, ആ കഴിച്ചു തീർത്ത മരുന്നുകളൊക്കെ തന്നെ ഗുണനിലവാരം ഇല്ലാതിരുന്ന മരുന്നുകളാണ്. അപ്പൊ നമ്മൾ ആ മരുന്നുകൾ കഴിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? പണ്ട് കാലത്ത് നമുക്ക് NCDs അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്ന നമ്മളെ ഓമന പേരിട്ട് വിളിക്കുന്ന നമ്മുടെ ഡയബറ്റീസും BP-യും ബ്ലഡ് പ്രഷറും ഒക്കെ തന്നെ ഈ അടുത്ത കാലത്താണ് രോഗികളിൽ കൂടിക്കൂടി വരുന്നത്. ഇങ്ങനെ NCDs-ഉമായിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോയാൽ ആ ആശുപത്രിയിൽ അതിനു വേണ്ടിയിട്ടുള്ള മരുന്നില്ല, ഇത് ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളില്ല. ഇവിടെ ഉള്ളത് ഏതെങ്കിലും ഒരു MBBS-കാരൻ അവിടെ ഇരുന്ന് നോക്കിവിടും. പക്ഷേ ഇവിടെ എൻഡോക്രൈനോളജിസ്റ്റ് പോലെയുള്ള സംവിധാനങ്ങളിൽ കൂടെ വിദഗ്ധമായ ചികിത്സ കൊടുക്കേണ്ടുന്ന ഒരുപാട് രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡോക്ടർമാരെയോ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെയോ ഒന്നും തന്നെ നമ്മുടെ ആശുപത്രികൾ ഒരുക്കുന്നില്ല. ഇവിടെ കുറച്ച് ഡോക്ടർമാരെ നിയമിക്കും. മെഡിക്കൽ കോളേജുകൾ പുതിയത് വരും. ഒരു മെഡിക്കൽ കോളേജിൽ നിന്നും കുറച്ച് ഡോക്ടർമാരെ പുതുതായി ഉണ്ടാക്കുന്ന മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പഴയ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടാവും. അവിടെയുള്ള ബാക്കിയുള്ള ആരോഗ്യ സംരക്ഷകരായ മറ്റ് ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടാവും. പുതിയ ആശുപത്രിയിലും ആളില്ല, പഴയ ആശുപത്രിയിലും ആളില്ല. അവിടെ ചെല്ലുന്ന രോഗികൾക്ക് ചികിത്സ കിട്ടാതെ വരും. അവിടെ ആർക്കെങ്കിലും സർജറി വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരോട് പുറത്തു പോയി സാധനം വാങ്ങിച്ചുകൊണ്ടുവരാൻ പറയും. ഡോക്ടർ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു സൂചി അധികമായി വേണ്ടി വരുന്നതെങ്കിൽ ആ സർജറി നിർത്തിവെച്ചിട്ട് വീണ്ടും പോയി സൂചി വാങ്ങിച്ചു കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ആ സർജറി തുടങ്ങാൻ പറ്റൂ. 2 ദിവസത്തിന് മുമ്പ് പത്രത്തിൽ വന്ന മരുന്നുകൾ, നിരോധിക്കപ്പെട്ട മരുന്നുകളുടെ കൂട്ടത്തിൽ ഒരു മരുന്നുണ്ടായിരുന്നു. നമ്മൾ സർജറി ചെയ്യുമ്പോൾ നമുക്ക് മയക്കം അനുഭവപ്പെടുന്നതിന് വേണ്ടി, മയക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു മരുന്ന്, ആ മരുന്ന് കുത്തിവെച്ചിട്ട് രോഗിയെ സർജറി ചെയ്താലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. പച്ച കുത്തിവെക്കും, ഡോക്ടർ സർജറി ചെയ്യും. ഡോക്ടർ സർജറി ചെയ്യുമ്പോൾ പച്ചച്ചത കീറുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന അത് അനുഭവിക്കുന്നവന് മാത്രമേ ഉണ്ടാവൂ. ഇതുപോലുള്ള മരുന്നുകളാണ് കേരളത്തിൽ ഇന്ന് സർക്കാർ ആശുപത്രികൾ വഴി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ BP-ക്കും കൊളസ്ട്രോളിനും ഡയബറ്റീസിനും കൊടുക്കുന്ന മരുന്നുകൾക്ക് ഗുണനിലവാരമില്ല. യഥാർത്ഥത്തിൽ സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? കേരളത്തിൽ വിൽക്കപ്പെടുന്ന, കേരളത്തിലെ ആശുപത്രികൾ വഴി കൊടുക്കുന്ന ഏതൊരു മരുന്നും അത് പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഗുണനിലവാരം ഉറപ്പാക്കണം. അങ്ങനെ ഗുണനിലവാരം ഉറപ്പാക്കിയ മരുന്നുകൾ മാത്രമാണ് പാവപ്പെട്ടവന് കൊടുക്കേണ്ടത്. അല്ലാതെ പിണറായി വിജയന് എന്തെങ്കിലും പറ്റിയാൽ അയാൾക്ക് ഇതിലൊന്നും പ്രശ്നമില്ല. കാരണം തുമ്മൽ വന്നാലും തൂറ്റൽ വന്നാലും നേരെ ഫ്ലൈറ്റ് കയറി അമേരിക്കയ്ക്ക് പോകും. പക്ഷേ നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവന് അത് പറ്റില്ല. കേരളത്തിന്റെ പഴയ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ പോലും ചികിത്സിച്ചത് സർക്കാർ ആശുപത്രിയിലല്ല. എന്തുകൊണ്ട് സർക്കാർ ആശുപത്രിയിലല്ല ചികിത്സിച്ചത് എന്ന് ചോദിച്ചാൽ അത് അഭിമാനത്തിന്റെ പ്രശ്നമല്ല, ആത്മാവിന്റെ പ്രശ്നമാണ്, ജീവൻ പോകുന്ന പ്രശ്നമാണ്. പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാരന് ഇവിടെ നമ്മുടെ ജീവൻ കൊണ്ടുവന്ന് ഈ ആശുപത്രിയുടെ മുമ്പ് പണയം വെക്കാൻ മാത്രമേ കഴിയൂ. നമ്മൾ ആശുപത്രിയിൽ പോയി വലിയൊരു അസുഖവുമായി പോയി അവിടെ ചികിത്സ തേടി പുറത്തിറങ്ങുമ്പോൾ ജീവൻ ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. അല്ലെങ്കിൽ പണ്ടാൾക്കാർ പറയുന്നത് പോലെ സർവ്വരോഗവും മാറി കുഷ്ഠരോഗമായി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആശുപത്രിയിൽ പോയി തിരിച്ചിറങ്ങുമ്പോൾ മറ്റസുഖങ്ങളും കൂടെ നമുക്ക് പിടിപെടും. കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇതുപോലെ ദൈനംദിനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ ആരോഗ്യ മേഖല എന്ന് പറയുന്ന ഒന്നില്ല. ഇവിടുത്തെ മന്ത്രി വീണ ജോർജ് പണ്ട് TV ചാനൽ ന്യൂസ് റീഡറായിരുന്നു. അവർക്ക് ന്യൂസ് റീഡറായിരുന്നു. അവിടെ പോയിരുന്നു വാർത്തകൾ വായിക്കുമ്പോൾ മുഖത്ത് പൗഡറുമിട്ട് മിനുക്കി സുന്ദരിക്കുട്ടിയായി അവിടെ പോയിരുന്നു വാർത്തകൾ വായിച്ചിരുന്നു. ഇപ്പോഴും വീണ ജോർജിന് അത് മാത്രമേ അറിയാവൂ. നമുക്ക് വേണ്ടുന്നത് അങ്ങനെ ഒരു മന്ത്രിയല്ല. നമുക്ക് വേണ്ടുന്നത് ഈ ആരോഗ്യ മേഖലയെ കുറിച്ച് വ്യക്തമായി കാഴ്ചപ്പാടുകളുള്ള, ഇവിടുത്തെ ആരോഗ്യ മേഖലയെ നല്ലതുപോലെ കൊണ്ടുപോകാൻ കഴിയുന്ന നല്ലൊരു മികച്ച ഒരു മന്ത്രിയാണ്. അത് പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള 20 മന്ത്രിമാരും ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പൊ പിന്നെ വീണ ജോർജിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തായാലും ശരി, നമുക്ക് വേണ്ടുന്നത്, നമ്മൾ ആവശ്യപ്പെടുന്നത്
PHS മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള എല്ലാ സംവിധാനങ്ങളും അഴിച്ചു വാർക്കപ്പെടണമെന്നും ഇവിടങ്ങളിലെല്ലാം ആവശ്യത്തിനുള്ള ഡോക്ടർമാരെയും ബാക്കിയുള്ള പാരാമെഡിക്കൽ സ്റ്റാഫുകളെയും നിയമിക്കണമെന്നും അവിടെ കൊടുക്കുന്നത് ഗുണനിലവാരമുള്ള മരുന്നുകൾ കൊടുക്കണമെന്നും ആവശ്യമുള്ള എല്ലാ മെഡിക്കൽ സർജിക്കൽ ഉപകരണങ്ങൾ ഉണ്ടാക്കണമെന്നും സാധാരണക്കാരന്റെ ജീവനും ഇവിടെ വില കൊടുക്കണമെന്നും മാത്രമാണ് നമ്മുടെ ആവശ്യം. അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ സമരം ഈ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ മുമ്പിൽ മാത്രമായിരിക്കില്ല. നമ്മുടെ സമരം കേരളത്തിലാകമാനം കത്തിപ്പടരും. നമ്മൾ ഒരിക്കലും ഇക്കാര്യത്തിൽ മാപ്പ് കൊടുക്കില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടി വില കൽപ്പിക്കുന്നത് പാവപ്പെട്ടവന്റെ ജീവനാണ്. ആശുപത്രിയിൽ പോയാൽ OP ടിക്കറ്റിന് മുമ്പ് 2 രൂപ ആദ്യം സൗജന്യമായിരുന്നു, പിന്നെ 2 രൂപയാക്കി, ഇപ്പൊ 10 രൂപയാക്കി. ഇത് മാത്രം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. കേരള സർക്കാരിന് ആകെ അറിയാവുന്ന കാര്യം ഇതാണ്, അല്ലാതെ മറ്റൊരു കാര്യങ്ങളില്ല. പണ്ട് കുട്ടികൾക്ക് ഇതെല്ലാം സമ്പൂർണമായും സൗജന്യമായിരുന്നു. പക്ഷെ ഇപ്പോഴോ കുട്ടികളെ കൊണ്ടുവരികണമെങ്കിലും അവർക്കും പൈസ കൊടുക്കണം. ഏതെങ്കിലും ഒരു വാഹനം അകത്ത് കയറ്റണമെങ്കിൽ അതിന് പൈസ കൊടുക്കണം. ജീവിതശൈലി രോഗങ്ങൾ, നേരത്തെ പറഞ്ഞുള്ള NCDs-മായി വരുന്ന പാവപ്പെട്ട രോഗികൾ, അവരിൽ നിന്നും അവർക്കെല്ലാം പണ്ട് ഫ്രീ ആയിരുന്നുവെങ്കിൽ ഇന്ന് അവരുടെ എല്ലാം കഴുത്ത് ഞെരിച്ചുകൊണ്ട് പണം വാങ്ങിക്കൊണ്ട് ചികിത്സിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയിരിക്കുന്നു. പാവപ്പെട്ടവൻ കേരള സർക്കാർ തന്നെ ഈ 2024 കേന്ദ്രത്തിന് സമർപ്പിച്ച 14ാമത് പഞ്ചവത്സര പദ്ധതിക്ക് വേണ്ടി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ 1,05,00,000 സാധാരണക്കാരുണ്ടെന്നാണ്. 1,05,00,000 സാധാരണക്കാരെന്ന് പറഞ്ഞാൽ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ആൾക്കാർ. അവർക്ക് 300-400 ശമ്പളം മാത്രം കിട്ടിക്കൊണ്ട് അവർ വല്ല കടയിലോ പെട്രോൾ പമ്പിലോ ഒക്കെ പോയി ജോലി ചെയ്യുന്നവർ, പാവപ്പെട്ടവർ. അവർക്ക് വലിയ വലിയ ആശുപത്രികളിൽ പോയി ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളില്ല, പണമില്ല. അപ്പോ എനിക്ക് പറയാനുള്ളത്, പിണറായി വിജയൻ സർക്കാർ ഇവിടുത്തെ വലിയ വലിയ ആശുപത്രികളിൽ നിന്നും കൈക്കൂലി വാങ്ങിക്കൊണ്ട് പണം കൈപ്പറ്റിക്കൊണ്ട് സർക്കാർ മേഖലയിലെ ആശുപത്രികളെ തുരങ്കം വെക്കുകയാണെങ്കിൽ അത് നിർത്തണം. ഇവിടുത്തെ ആരോഗ്യ മേഖല സംരക്ഷിക്കപ്പെടണം. ഇവിടുത്തെ പാവപ്പെട്ടവന് ചികിത്സ കിട്ടണം, നല്ല ചികിത്സ കിട്ടണം, അവന്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടണം. ഭാരത് മാതാ കീ ജയ്.